വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരെ അപമാനിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നു എന്നൊരു മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഈ സമയത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ എന്നാണ്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തത്. റവന്യൂ വകുപ്പ് നടപടിയെടുക്കുമെന്നറിയുന്നു. കാസർഗോഡ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് ഇ ചന്ദ്രശേഖരനെ അപഹസിച്ചതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണിത്. വിവാദമായതോടെ കമന്റ് പിൻവലിച്ചു. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഒരു നാട് മുഴുവൻ നടുങ്ങി നിൽക്കുമ്പോൾ, രഞ്ജിതയുടെ വിയോഗത്തിൽ കണ്ണു നനഞ്ഞിരിക്കുമ്പോഴാണ് ഇതേപോലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കമന്റ് ഇട്ടതും ഇപ്പോൾ ഈ കൃത്യവിലോപം കാണിച്ചിരിക്കുന്നതും. നടപടിയെടുക്കുമെന്ന് ഉറപ്പല്ലേ റഹീസ്? ഗുഡ് മോർണിംഗ് അരുൺ. ഈ വിമാന ദുരന്തം ഉണ്ടായതിൽ അതിൽ അനുശോചനം രേഖപ്പെടുത്തി ഒരാളിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലാണ് വളരെ മോശകരമായ, ഒരാളും ഈ ഘട്ടത്തിലതല്ല ഒരിക്കലും ചെയ്യാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു പ്രവൃത്തി ഒരു മുതിർന്ന ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിതയെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഒരു കമൻ്റാണ് അദ്ദേഹം ആ പോസ്റ്റിനടിയിൽ പറഞ്ഞത്. അതെന്താണെന്ന് നമുക്കിവിടെ വായിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവഹേളനമാണ് ഈ കമൻറ്റിലുള്ളത്. ഇദ്ദേഹം വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറാണ്. പവിത്രൻ എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഐ ഡി പക്ഷേ പവി ആനന്ദാശ്രമം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഐ ഡി. നമ്മളിപ്പോൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കാസർഗോഡ് ജില്ലാ കളക്ടറോട് തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടും എന്നാണ് മനസ്സിലാക്കിയത്. കാസർഗോഡ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മുമ്പ് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ചതിന് 6 മാസത്തോളം സസ്പെൻഷനിൽ കഴിഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെന്ന് കളക്ടറേറ്റിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നാട് മുഴുവൻ നടുങ്ങിയിരിക്കുമ്പോൾ, രഞ്ജിതയുടെ വിയോഗത്തിൽ കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ, ഇതാണ് ഈ കക്ഷി. ഇതേപോലെ അശ്ലീലം നിറഞ്ഞ ആളുകൾ ഇതേപോലെ കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്താ അതിന് പറയുക? ആ കമൻറ്റുകളൊന്നും ഒരു കാരണവശാലും ഇടാൻ പാടില്ലാത്തതാണ്. അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഈ ഒരു നാട് വിയോഗത്തിൽ, രഞ്ജിതയുടെ വിയോഗത്തിൽ ഇങ്ങനെ നെഞ്ചി കലങ്ങി നിൽക്കുമ്പോൾ ഇത്തരം ക്രൂരമായ അശ്ലീല പോസ്റ്റുകൾ ഇട്ട് രസിക്കുന്നത്. ഇവരെയൊക്കെ എന്താ പറയുക എന്നുള്ളതാണ്. മനുഷ്യജന്മങ്ങൾ എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ എന്നുള്ളത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏറെ ഖേദകരമാണ് കാര്യം. ഇങ്ങനെയുള്ള കുറേ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സോഷ്യൽ മീഡിയയിൽ പുഴുക്കുത്തുകളെ പോലെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇവരെ എന്താ നമ്മൾ പറയുക? എന്തായാലും നടപടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. രഞ്ജിതയെ അപമാനിച്ച വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഇപ്പോൾ ഒരുപക്ഷെ എതിരെ നടപടി വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കളക്ടർ നടപടിക്ക് അല്പസമയത്തിനുള്ളിൽ ശുപാർശ ചെയ്യും.